നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ആഹാരം പാചകം ചെയ്യുക, അതിനെങ്ങനെ പറയും? ഖാന പക്കാന. ഖാന പക്കാന. ഖാന എന്ന് പറഞ്ഞാൽ ആഹാരം, പക്കാന എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യുക. ആഹാരം പാചകം ചെയ്യുക, ഖാന പക്കാന. പക്ഷെ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ആഹാരം പാചകം ചെയ്യുക എന്നല്ല പറയുന്നത്, അല്ലേ? ആഹാരം ഉണ്ടാക്കുക. അപ്പോൾ അതിന് ഖാന പക്കാന എന്നോ അല്ലെങ്കിൽ ഖാന ബനാന എന്നും പറയാം. ഖാന ബനാന ഹേ, ആഹാരം ഉണ്ടാക്കണം. ഖാന ബനാന ഹേ എന്നും പറയാം. എനിക്ക് ആഹാരം ഉണ്ടാക്കണം, മുച്ചേ ഖാന പക്കാന ഹേ എന്നും പറയാം, അല്ലെങ്കിൽ മുച്ചേ ഖാന ബനാന ഹേ എന്നും പറയാം. നമ്മൾ സംസാര ഭാഷയിൽ രണ്ടും ഉപയോഗിക്കും. മാവ് എന്നുള്ളതിന് മാവ്, അതിന് ആട്ട എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ. മാവ് എന്നുള്ളതിന് ആട്ട. ഇനി ഗോതമ്പ് മാവാണെങ്കിൽ ഗേഹൂക്ക ആട്ട, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഗേഹൂക്ക ആട്ട. അതുപോലെ അരിമാവിന് അല്ലെങ്കിൽ അരിപ്പൊടിക്ക് ചാവൽക്ക ആട്ട എന്ന് പറയും. ഇപ്പം ഇഡ്ഡലി മാവ്, അതിനെന്ത് പറയും? ഇഡ്ലിക്ക ആട്ട, അല്ലെങ്കിൽ ദോശയുടെ മാവിന് ദോശക്ക ആട്ട, അങ്ങനെ നമ്മൾ പറയും. അപ്പം ഗോതമ്പ് മാവിന് ഗേഹൂക്ക ആട്ട, അരിമാവാണെങ്കിൽ ചാവൽക്ക ആട്ട. ആട്ട എന്ന് പറഞ്ഞാൽ മാവ് എന്നുള്ള അർത്ഥമാണ്. ഇനി അരിപ്പ എന്നുള്ളതിന് ചൽനി എന്നാണ് പറയുന്നത്. അരിപ്പ, ചൽനി. അരിപ്പ, ചൽനി. അരിക്കുക എന്നുള്ളതിന് ഇപ്പം മാവ് അരിക്കുക, അതെങ്ങനെ പറയും? ആട്ട ഛാന്ന. അരിക്കുക എന്നുള്ളതിന് ഛാന്ന എന്ന് പറയും. മാവ് അരിക്കുക, ആട്ട ഛാന്ന. ഇനി ചായ അരിക്കേണ്ടതെങ്കിലോ, ചായ അരിക്കുക എന്നുള്ളതിന് ചായ് ഛാന്ന എന്ന് പറയും. അരിക്കുക എന്നുള്ളതിന് ഛാന്ന എന്നാണ്. അപ്പോൾ മാവാണെങ്കിൽ ആട്ട ഛാന്ന, ചായ ആണെങ്കിൽ ചായ് ഛാന്ന. ഇനി മാവ് കുഴയ്ക്കുക എന്നുള്ളതിന് ആട്ട ഗൂന്ധിന. ഗൂന്ധിന എന്ന് പറഞ്ഞാൽ കുഴയ്ക്കുക. മാവ് കുഴയ്ക്കുക, ആട്ട ഗൂന്ധിന. ആട്ട ഗൂന്ധിന, മാവ് കുഴയ്ക്കുക. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതിന് ആട്ട ഗൂന്ധിന എന്നാണ് പറയുന്നത്. ചപ്പാത്തിക്കെന്നല്ല, എന്ത് മാവ് കുഴയ്ക്കുന്നതിനും ആട്ട ഗൂന്ധിന എന്നാണ് പറയുന്നത്. ആട്ട ഗൂന്ധിന. ഇനി ഉരുള ഉണ്ടാക്കുക എന്നുള്ളതിന്, നമ്മളിപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഓരോന്നായിട്ട് ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടാക്കും, അല്ലേ? ആ ഉരുളയ്ക്ക് പറയുന്നതാണ് ലോയി. ലോയി ബനാന. ഉരുള ഉണ്ടാക്കുക എന്നുള്ളതിന് ലോയി ബനാന. ഉരുള ഉണ്ടാക്കുക, ലോയി ബനാന. ഇനി ചപ്പാത്തി പരത്തുക. പരത്തുക എന്നുള്ളതിന് ബേൽന എന്ന് പറയും. ചപ്പാത്തി പരത്തുന്നതിന് ബേൽന എന്നാണ് പറയുന്നത്. ചപ്പാത്തി പരത്തുക, റോട്ടി ബേൽന. റോട്ടി ബേൽന, ചപ്പാത്തി പരത്തുക. ചപ്പാത്തി പരത്തു എന്ന് പറയാനായിട്ട് റോട്ടി ബേലോ. ബേലോ, പരത്തു. ചപ്പാത്തി മറിച്ചിടൂ. മറിച്ചിടുക എന്നുള്ളതിന് പലട്ടിന എന്നാണ് പറയുന്നത്. പലട്ടിന, മറിച്ചിടുക. മറിച്ചിടൂ എന്നുള്ളതിന് പൽട്ടോ. പൽട്ടോ എന്ന് പറയും. അപ്പോൾ ചപ്പാത്തി മറിച്ചിടുക, റോട്ടി പലട്ന. മറിച്ചിടൂ, റോട്ടി പൽട്ടോ. ചപ്പാത്തി ചുടുക. ചുടുക എന്നുള്ളതിന് സേക്കിന എന്നാണ് പറയുന്നത്. സേക്കിന, ചുടുക. ചപ്പാത്തി ചുടുക, റോട്ടി സേക്കിന. ചപ്പാത്തി ചുടു, റോട്ടി സേക്കോ. റോട്ടി സേക്കോ, ചപ്പാത്തി ചുടു. നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും, അതിനാണ് ഫുലാന എന്ന് പറയുന്നത്. ഫുലാന, പൊങ്ങി വരിക. നമ്മൾ ബലൂൺ വീർപ്പിക്കുമ്പോൾ വീർക്കത്തില്ലേ, അതുപോലെ റൊട്ടിയും അതുപോലെ ഇങ്ങനെ കല്ലയിൽ കിടക്കുമ്പോൾ അത് പൊങ്ങി വരും, അതിന് ഫുലാന എന്ന് പറയും. ചപ്പാത്തി ഇങ്ങനെ ഫുലാന എന്ന് പറഞ്ഞാൽ അതിനെ പഫാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വീർത്ത് വരിക, പപ്പടം പൊള്ളുന്ന കണക്ക് ഇങ്ങനെ പൊള്ളി വരുന്നതിനാണ് ഫുലാന എന്ന് പറയുന്നത്. റൊട്ടി ഫുലാന. ഇനി ചപ്പാത്തി പലകയ്ക്ക് ചക്കല എന്നാണ് പറയുന്നത്. ചക്കല, ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു തടിയില്ലേ, അതിന് ചക്കല. ചപ്പാത്തി ഉണ്ടാക്കുന്ന വടി, അതായത് പരത്തുന്ന വടിക്ക് ബേലൻ എന്നാണ് പറയുന്നത്. ബേലൻ. ചപ്പാത്തി കോല് ബേലൻ. ഇനി ചപ്പാത്തി ചുടുന്ന കല്ലിന് തവ എന്നാണ് പറയുന്നത്. ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ലിന് തവ. അപ്പം പരത്തുന്ന പലകയ്ക്ക് ചക്കല, അത് പരത്താൻ ഉപയോഗിക്കുന്ന വടിക്ക് ബേലൻ, അതുണ്ടാക്കുന്ന ദോശ ഉണ്ടാക്കുന്ന ദോശക്കല്ലെന്ന് പറയും. അതുപോലെ റൊട്ടി ഉണ്ടാക്കുന്ന കല്ലിന് തവ എന്ന് പറയും. ദോശ ഉണ്ടാക്കുന്ന കല്ലിന് ദോശ തവ, ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ലിന് റൊട്ടി തവ എന്ന് പറയും നമ്മൾ. അപ്പോൾ നമ്മൾ റൊട്ടി ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ആട്ട ഗൂന്ത് കെ, ആട്ട ഗൂന്ത് കെ ഉസ്മേ സെ ലോയി ബനാ കെ फिर वो चकली में रख के बेलन से बेल के तवा में डाल के पलट के उसको सेक के फुला के हम रोटी बनाता है. അതാണ് അതിൻ്റെ പൂര പ്രോസസ്സ്, മൊത്തം പ്രോസസ്സ് അങ്ങനെയാണ്. ഇനി
കുതിർക്കുക എന്നുള്ളതിന് ഭിഗോന എന്നാണ് പറയുന്നത്. ഭിഗോന, കുതിർക്കുക. അത് എന്ത് വേണേലും ആകാം. നമ്മളിപ്പം ദാൽ ഭിഗോന എന്ന് പറഞ്ഞാൽ പരിപ്പ് ഇങ്ങനെ കുതിർക്കാൻ വയ്ക്കുക, ദാൽ ഭിഗോന. ഇനി ചാവൽ ഭിഗോന എന്ന് പറഞ്ഞാൽ അരി കുതിർക്കുക. ഇനി തുണി വെള്ളത്തിൽ നമ്മൾ മുക്കി വെക്കുന്നതിനും അതിന് നമ്മളങ്ങനെ പറയും, സോപ്പിട്ട് വെക്കുന്നതിന് അത് ഭിഗോന എന്ന് പറയും, കപ്പട ഭിഗോന എന്ന് പറയും. അപ്പോൾ എന്തും വെള്ളത്തിലിട്ട് കുതിർക്കുന്നതിന് നമ്മൾ പറയും ഭിഗോന എന്നാണ് പറയുന്നത്. അരയ്ക്കുക എന്നുള്ളതിന് പീസ്ന, അരയ്ക്കുക എന്നുള്ളതിന് പീസ്ന. അരി അരയ്ക്കണം എന്നുള്ളതിന് ചാവൽ പിസ്ന. ഇനി തേങ്ങ അരയ്ക്കണം എന്നുള്ളതിന് നാരിയൽ പിസ്നായ, അല്ലെങ്കിൽ ഇനി പരിപ്പ് അരയ്ക്കണമെങ്കിൽ ദാൽ പിസ്നാഹെ, അങ്ങനെ പറയണം. ഇനി വറക്കുക എന്നുള്ളതിന് തൽന എന്നാണ് പറയുന്നത്, തൽന. അതിപ്പം പപ്പടം വറക്കണം, പാപ്പഡ് തൽനാഹെ, അല്ലെങ്കിൽ ഉപ്പേരി വറക്കണമെങ്കിൽ ചിപ്സ് തൽനാഹെ എന്ന് പറയണം. ഇളക്കുക എന്നുള്ളതിന് ഹിലാന. നമ്മൾ അടുപ്പത്ത് എന്തെങ്കിലുമൊക്കെ പച്ചക്കറി വെച്ചിട്ടുണ്ട്, അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. അതിന് എന്ത് പറയും? ബീച്ച് ബീച്ച് മേ ഹിലാന ചായേ, ഹിലാന, ഇളക്കുക, ഹിലാന, ഇളക്കുക. മുക്കുക എന്നുള്ളതിന് ഡുബോന, മുക്കുക, ഡുബോന. ഇപ്പോൾ വെള്ളത്തിൽ മുക്കണം, പാനീമേ ഡുബാന, പാനീമേ ഡുബാന ഹേ, വെള്ളത്തിൽ മുക്കി വയ്ക്കണം. പരത്തുക അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുക, ഇങ്ങനെ വിതർത്തി എന്നുള്ള സ്പ്രെഡ് ചെയ്തിടുക എന്നുള്ളതിന് ഫൈലാന എന്നാണ് പറയുന്നത്, ഫൈലാന. സ്പ്രെഡ് ചെയ്യുന്നതിന് ഫൈലാന. ഇടുക അല്ലെങ്കിൽ ഒഴിക്കുക, അതിന് ഡാൽന, ഡാൽന എന്ന് പറഞ്ഞാൽ ഇടുക അല്ലെങ്കിൽ ഒഴിക്കുക. ഇപ്പം തവാമേ തേൽ ഡാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന പാനിൽ എണ്ണ ഒഴിക്കൂ, തേൽ ഡാലോ എന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിക്കൂ. തവാമേ തേൽ ഡാലോ, പാനിൽ എണ്ണ ഒഴിക്കൂ. മിക്സ് ചെയ്യുക, മിക്സ് ചെയ്യുക എന്നുള്ളതിന് മിലാന, മിക്സ് ചെയ്യുക എന്നുള്ളതിന് മിലാന. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സബ് കുച്ച് അച്ഛാസെ മിലാവോ എന്ന് പറഞ്ഞാൽ എല്ലാം നന്നായിട്ട് ഇളക്കൂ. മിലാന എന്ന് പറഞ്ഞാൽ ഇളക്കുക. ഉരുകുക, പിഘൽന, പിഘൽന എന്ന് പറഞ്ഞാൽ ഉരുക, പിഘൽന. പിഘലാന എന്ന് പറഞ്ഞാൽ ഉരുക്കുക, പിഘലാന, ഉരുക്കുക. ഇപ്പം നെയ്യ് ഉരുക്കുക, ഘീ പിഘലാന എന്ന് പറയും. ചൂടുകൊണ്ട് മഞ്ഞുരുകുകയാണെന്നുള്ളതിന് ഗർമീസെ സ്നോ പിഘൽ രഹാഹേ എന്ന് പറഞ്ഞാൽ മഞ്ഞുരുകുകയാണ്, ചൂടുകൊണ്ട് മഞ്ഞുരുകുകയാണ്. തിളപ്പിക്കുക, ഉബാൽന, തിളപ്പിക്കുക എന്നുള്ളതിന് ഉബാൽന. പാനി ഉബാലോ എന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിക്കൂ. ദൂത് ഉബാലോ എന്ന് പറഞ്ഞാൽ പാല് തിളപ്പിക്കൂ. ഉബാൽന, തിളപ്പിക്കുക. തിളച്ചു തൂകുക എന്നുള്ളതിന് ഉഭന്ന. അത് പാല് തിളച്ച് തൂകുകയാണെങ്കിലും വെള്ളം തിളച്ച് തൂകുകയാണെങ്കിലും ഒക്കെ അതിന് ഉഭന്ന എന്നാണ് പറയുന്നത്. ഉഭന്ന, തിളച്ചു തൂകുക. ഉരയ്ക്കുക എന്നുള്ളതിന് ഗിസ്ന. അത് എന്തുരയ്ക്കുന്നതിനാണെങ്കിലും ഗിസ്ന എന്നാണ് പറയുന്നത്. ഇപ്പം സോപ്പ് വെച്ച് അല്ലെങ്കിൽ ബ്രഷ് വെച്ച് നമ്മൾ ഉരയ്ക്കുന്നതിന് ഗിസ്ന എന്ന് പറയും, തുണി ഉരയ്ക്കുന്നതിന്. അല്ലെങ്കിൽ ഉരച്ച് തേച്ച് കഴുകാമെന്ന് പറയത്തില്ലേ, ഗിസ്കെ ധോവോ, ഉരച്ച് കഴുകൂ. ഗിസ്കെ ധോവോ, ഉരയ്ക്കുക എന്നുള്ളതിന് ഗിസ്ന. വിതറുക എന്നുള്ളതിന് ചിടക്കിന. ഇപ്പോൾ ഉപ്പ് വിതറുക, ചിടക്കിന. വിതറുക എന്നുള്ളതിന് ചിടക്കിന. നമക് ചിടക്കോ എന്ന് പറഞ്ഞാൽ ഉപ്പ് വിതറൂ. ചുട്കി ഭർ എന്ന് പറഞ്ഞാൽ ഒരു നുള്ള്, ഒരു നുള്ള്, ഒരു നുള്ളുപ്പ്. ചുട്കി ഭർ നമക്, ഒരു നുള്ളുപ്പിടൂ. ചുട്കി ഭർ നമക് ഡാലോ, ഒരു നുള്ള് ഉപ്പിടൂ. ഒരു നുള്ള് സിന്ദൂരം, ചുട്കി ഭർ സിന്ദൂർ. കറുമുറ എന്നുള്ളതിന് കുർക്കുരേന്നോ അല്ലെങ്കിൽ കരാരേന്നോ പറയും. ഇനി സോഫ്റ്റ് അല്ലെങ്കിൽ മൃദുവായിട്ടുള്ളതിന് നമ്മൾ നരം എന്നാണ് പറയുന്നത്. നരം, മൃദുവായിട്ടുള്ളത്, സോഫ്റ്റായിട്ടുള്ളത്. സോഫ്റ്റായിട്ടുള്ള ബെഡാന്നുള്ളതിന് എങ്ങനെ പറയും? നരം ബെഡ്, നരം. ഹാർഡായിട്ടുള്ളതിന്, കടുപ്പമായിട്ടുള്ളതിന് കഠോർ എന്ന് പറയും. ഹാർഡായിട്ടുള്ളതിന് കഠോർ. ചൂടെന്നുള്ളതിന് ഗരം. ഖാന ഗരം ഹേ എന്ന് പറഞ്ഞാൽ ആഹാരം ചൂടാണ്, അല്ലെങ്കിൽ പാനി ഗരം ഹേ, വെള്ളം ചൂടാണ്. ഗരം, ചൂട്. ചെറു ചൂട്, അതിന് ഹൽക്ക ഗരം, വാം വാട്ടർ എന്ന് പറയുന്നത്. ഹൽക്ക ഗരം, ചെറു ചൂട്, വെള്ളം ചെറു ചൂടാണ്. പാനി ഹൽക്ക ഗരം ഹേ, ചെറു ചൂട്. തണുപ്പെന്നുള്ളതിന് ഠണ്ട, പാനി ഠണ്ട ഹേ, വെള്ളം തണുത്തതാണ്. ഠണ്ട, തണുപ്പ്. ഇനി വിളമ്പുക എന്നുള്ളതിന് പരോസ്ന, വിളമ്പുക, പരോസ്ന. ഖാന പരോസോ എന്ന് പറഞ്ഞാൽ ആഹാരം വിളമ്പൂ. ഖാന പരോസോ, വിളമ്പൂ. അടപ്പ് എന്നുള്ളതിന് ഢക്കൺ, ഢക്കൺ, അടപ്പ്.
ഢക്കിന എന്ന് പറഞ്ഞാൽ അടയ്ക്കുക. ഢക്കൺ ലഗാവോ എന്ന് പറഞ്ഞാൽ അടപ്പ് വയ്ക്കൂ. പാത്രത്തിന് മേളിൽ ഢക്കൻ ലഗാവോ, ബർത്തൻ കെ ഊപ്പർ ഢക്കൻ ലഗാവോ എന്ന് പറഞ്ഞാൽ പാത്രത്തിന് മുകളിൽ അടപ്പ് വയ്ക്കൂ. ഢക്കൺ ലഗാവോ. ഢക്കിന എന്ന് പറഞ്ഞാൽ അടയ്ക്കൂ. ഇനി ഢക്കൺ ഹട്ടാവോ എന്ന് പറഞ്ഞാൽ അടപ്പ് മാറ്റൂ. ലഗാവോ എന്ന് പറഞ്ഞാൽ വയ്ക്കൂ, അടപ്പ് വയ്ക്കൂ. ഢക്കൺ ഹട്ടാവോ എന്ന് പറഞ്ഞാൽ അടപ്പ് മാറ്റൂ. കടുക് വറക്കുന്നതിന് ചൗക്കിന എന്ന് പറയും, അല്ലെങ്കിൽ ചൗക്ക ലഗാന എന്ന് പറയും. കടുക് വറക്കുക, ചൗക്കിന അല്ലെങ്കിൽ ചൗക്ക ലഗാന. ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ സെൻറ്റൻസുകളും വേർഡ്സുകളും എല്ലാം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പറയാനും ശ്രമിക്കുക. എപ്പോഴും പറയുന്ന പോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ഹിന്ദി സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോയുമായി വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്